ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമാണല്ലോ. ആകാശപ്പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു ദൈർഘ്യമെങ്കിലും വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിനെ ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികമായി അലങ്കരിക്കാതിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളിപ്പോൾ ശ്രവിച്ചത്, ഉത്കണ്ഠാകുലരാകേണ്ട, നിങ്ങളാരും ആകുലപ്പെടേണ്ട. എന്നെ വളർത്തുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും എനിക്ക് ചുറ്റും കോട്ട നിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് മുൻപേ നടക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ജോഷ്യ 1:9 പറയുന്നത് പോലെ, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പലപ്പോഴും ഒരു സഹായമില്ലാത്ത അവസ്ഥ, നമ്മൾ പ്രേക്ഷിതർ കുറേ ഉണ്ടെങ്കിലും ഒരാളൊരു കൂട്ട് കിട്ടാത്ത അവസ്ഥ. നമുക്ക് യാത്ര ചെയ്യാനായിട്ട് അമ്മയും കൊണ്ട് പോകുമ്പോൾ ഒരു കൂട്ടില്ലല്ലോ എന്ന് ആ സമയത്തായിരിക്കും അവർ പറയുക, ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല, ഓരോ കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് പിടിച്ചു നിൽക്കാൻ ശക്തി ലഭിക്കുന്നത് യേശുവുമായുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെയാണ്. പേഴ്സണൽ പ്രയർ, ഈശോയുമായി വ്യക്തിപരമായ ഇൻറ്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മുടെ ഈശോയുമായിട്ട് നമുക്കുണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മൾ പതറുകയില്ല. ഈശോയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ആ കണ്ണുകളിൽ തെളിയുന്ന ഭാവങ്ങൾ സ്വന്തമാക്കി ഇഷ്ടരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഈ ഒരു ധൈര്യം, വിശ്വാസം, പ്രത്യാശ ഏത് കഷ്ടനഷ്ടങ്ങളിലും, ലോകത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കരുത്. ദൈവത്തിൻ്റെ സ്വരമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ലോകദേവന്മാർ പലരും കണ്ടുമുട്ടും, ദൈവങ്ങളെ കണ്ടുമുട്ടും. പക്ഷേ ഇതുപോലെ എന്നെ ശക്തിപ്പെടുത്തുന്ന, അവിടുത്തെ വലതുകരം കൊണ്ട് താങ്ങി നിർത്തുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചങ്കോട് ചങ്ക് ചേർത്ത് വെച്ച് തന്നാൽ വലിയ ശക്തിയാണ്, അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ മാത്രം ആശ്രയിക്കാം. കരുണയുടെ നൊവേന ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കേണ്ടത്, ഓ ജീസസ് ക്രൈസ്റ്റ്, ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആമേൻ.